إذا أنت تعبان لازم تروح المستشفى تاخذ الدواء اللي حصلتها. اوكي يس. السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين أحباء المشتركين والمشاهدين. مرحبا بكم إلى قناتي تعلم العربية مع فൈസി. നമ്മൾ ചില സന്ദർഭങ്ങളിൽ സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ തലവേദനയാകാം, ചുമയാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അല്ലേ. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അറബികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു അറബി കസ്റ്റമേഴ്സ് അരയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അവസ്ഥ നമ്മുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അവർ ചോദിക്കും, ഇൻസ താഴ്ബാൻ, നീ താഴ്ബാനാണോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അറബിയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ അവരിങ്ങനെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയും, ഓ വല്ലാഹി അന താഴ്ബാൻ എന്ന് പറയും, ഞാൻ താഴ്ബാനാണ്. ഓക്കെ, അപ്പോൾ താഴ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത നമ്മൾ തന്നെ പറയുമല്ലോ, ഓ എനിക്കിന്ന് തീരെ സുഖമില്ല എന്ന് പറയുമല്ലോ. ആ സുഖമില്ലാത്തൊരവസ്ഥയാണ് താഴ്ബാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മറ്റൊരു അവസ്ഥയുണ്ട്, എന്ത്, ഒരു രോഗം എന്നുള്ള അവസ്ഥ, ഒരു രോഗിയാവുക എന്നുള്ളത്. അപ്പോൾ രോഗം എന്നുള്ളതിന് മറദ് എന്നാണ് അറബിയിൽ പറയാം. മറദ് എന്ന് പറഞ്ഞാൽ രോഗം. രോഗി എന്നുള്ളതിന് മരീബ് എന്നാണ് പറയാം, മരീബ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതല്ലാത്തൊരു സുഖമില്ലാത്ത ഒരു അവസ്ഥ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഒരു വയ്യായിക ഉണ്ട്, അതിനാണ് നമ്മൾ താഴ്ബാൻ എന്നാണ് അതിന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ താഴ്ബാനാക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഓക്കെ, ആ അവസ്ഥകളെ എങ്ങനെ അറബിയിൽ പറയാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ താഴ്ബാനാക്കുന്ന അവസ്ഥകൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴ്ബാനാക്കുന്ന അവസ്ഥയിൽ ഒന്നാമത്തെ വാക്ക് സുദാഅ് എന്നാണ് പറയുക. എന്താണ് സുദാഅ്? ഓക്കെ, സുദാഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലവേദനയ്ക്കാണ് സുദാഅ് എന്ന് പറയാം, തലവേദന. ഓക്കെ, സുദാഅ് എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ദി സുദാഅ്, എനിക്ക് തലവേദനയാണ്. ഇനി അടുത്തത് കുഹ എന്നാണ് പറയാം. ഓക്കെ, കുഹ എന്നാണ് മലയാളത്തിൽ എഴുതുക, പക്ഷെ പറയുമ്പോൾ കുഹ എന്നാ പറയുക, ഹ എന്നുള്ളൊരു സൗണ്ട്, ഹ. ഓക്കെ, കുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമക്കാണ് കുഹ എന്ന് പറയാം. ഓക്കെ, കഫ്, കുഹ. ഓക്കെ, ഐന്ദി കുഹ, എനിക്ക് ചുമയുണ്ട് എന്ന് പറയാം. ഓക്കെ, കുഹ. ഇനി അടുത്തത് സുക്കാം എന്നാണ് പറയാം. ഓക്കെ, സുക്കാം എന്നാണ് മലയാളത്തിൽ എഴുതാൻ പറ്റുള്ളൂ, ശരിക്കും ആണ് സുക്കാം, ഇംഗ്ലീഷ് ലെറ്റർ സെഡ് ഉണ്ടല്ലോ, സെഡ്. ഓക്കെ, സുക്കാം എന്നാണ്, സുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം എന്നാണ്. ഓക്കെ, കോൾഡിനാണ് സുക്കാം എന്ന് പറയാം, സുക്കാം. ഓക്കെ, ഇനി ഈ ഒരു സുക്കാം എന്നുള്ളതിന് പിന്നെ എനിക്ക് ജലദോഷം ഉണ്ട് എന്ന് പറയാൻ വേറൊരു വാക്ക് ഉപയോഗിക്കലുണ്ട്. അതെന്താണ്, പിന്നെ അന മുസക്കം എന്നാണ് പറയാം, അന മുസക്കം, അങ്ങനെ പറയാം, അന. ഇത് സായല്ല, സായാണ്. ഓക്കെ, അന മുസക്കം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് കോൾഡ് എന്നാണ്, എനിക്ക് ജലദോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സുദാഅ്, ഐനാണ്, സുദാഅ് എന്ന് പറഞ്ഞാൽ തലവേദന, കുഹ എന്ന് പറഞ്ഞാൽ ചുമ, സുക്കാം എന്ന് പറഞ്ഞാൽ ജലദോഷം, അനമുസക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം ഉണ്ട് എന്നർത്ഥം. ഐ ഹാവ് കോൾഡ് എന്നുള്ളതിന് അനമുസക്കം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് സുഖൂന എന്നാണ് പറയുക, സുഖൂന ഖഫീഫ.
അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ചെറിയ ചൂടുണ്ടാവും ബോഡിക്ക്, അല്ലേ? ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ അതിനാണ് സുക്കൂന എന്ന് പറയാം. സുക്കൂന സുഹൂന എന്ന് പറയും, സുഹൂന. ഓക്കെ, സുഹൂന, സുഹൂന. അപ്പം ഇവിടെ ഹു, ആ നഖത്തിൻ്റെ ഘായാണ് നമ്മൾ എഴുതുക. കാരണം ഹ എന്നതിന് നമുക്കതിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്ഷരം എന്നുള്ളതാണ് ഈ ഒരു അക്ഷരമാണ്. അപ്പം അതുകൊണ്ട് ശരിക്ക് സുഹൂന, ഹ എന്നാണ് സുഹൂന. സുഹൂന, ഖഫീഫ. സുഹൂന രണ്ടും ഹായാണ്. ഓക്കെ, സുഹൂന ഖഫീഫ. ഓക്കെ, സുഹൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിനാണ് പറയാം. ഓക്കെ, ചൂട്, ചൂട്. ഖഫീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇളം എന്ന് പറയില്ലേ, ഇളം, നേരിയ എന്നർത്ഥത്തിന് പറയുന്നതാണ്. അപ്പോൾ ഇളം ചൂടുണ്ട്, ഒരു നേരിയ ചൂടുണ്ട്, അതിനാണ് ഖഫീഫ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സുഹൂന ഖഫീഫ എന്ന് പറഞ്ഞാൽ നേരിയ ചൂട്. അതിൻ്റെ ഈ സുഹൂന എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് എന്ത്? ഹറാറ എന്നാണ് പറയാം. ഹറാറ. നമ്മൾ സാധാരണ ചൂടിന്, പുറത്തുള്ള നല്ല വെയിലിൻ്റെ ചൂടിനൊക്കെ ഹറാറ എന്ന് പറയും, ചൂടിന്. ഓക്കെ, ഹാർ എന്ന് പറഞ്ഞാൽ ചൂടുണ്ട് എന്നർത്ഥം. ഓ, പിന്നെ എന്താ പറയുക, പിന്നെ ബറ ഹാർ ഷദീദ് എന്ന് പറയും. ബറ ഹാർ ഷദീദ്. ബറ എന്ന് പറഞ്ഞാൽ പുറത്ത്, ഹാർ ഷദീദ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിൻ്റെ വേറൊരു വാക്കാണ് ഹറാറ എന്ന് പറയാം. ഹറാറ, ഹറാറ എന്ന് പറഞ്ഞാൽ ചൂടിന് തന്നെയാണ്. അപ്പോൾ ഹറാറ ഖഫീഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളം ചൂട് എന്ന് തന്നെയാണ്. ഈ രണ്ടും വാക്കും ഒന്ന് തന്നെയാണ്, ഹറാറ ഖഫീഫ അല്ലെങ്കിൽ സുഹൂന ഖഫീഫ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇനി കഠിനമായ ചൂടുണ്ടെന്ന് പറയും, കഠിനമായ ചൂട്. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഷദീദ എന്നാണ് പറയാം. ഷദീദ. ഓക്കെ, ഷദീദ. സുഹൂന ഷദീദ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടെന്നാണ്, ശക്തമായ ചൂട് എന്നുള്ളതിനാണ് ഷദീദ എന്ന വാക്ക്. ഖഫീഫ എന്ന് പറഞ്ഞാൽ നേരിയ ചൂട്. ഓക്കെ, അപ്പോൾ ചൂടിന് രണ്ട് വാക്ക്, സുഹൂന അല്ലെങ്കിൽ ഹറാറ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമുക്ക് മൂക്കൊലിപ്പ് ഉണ്ടാവും, മൂക്കൊലിപ്പ്, അല്ലേ? ചിലപ്പോൾ നേരിയ ചൂടുണ്ടെങ്കിലും പിന്നെ നല്ല തലവേദന എന്തൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ മൂക്കൊലിപ്പ് കൂടി നമുക്കുണ്ടാവും. ചിലപ്പോൾ ശക്തമായ ചൂടാണെങ്കിലും ആ മൂക്കൊലിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒന്നാമത്തെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ സൈലാനൽ ഖുശൂം എന്നാണ് പറയാം. ഖുശൂം. ഓക്കെ, അതിനു മുമ്പ് നമ്മളൊരു വാക്ക് പഠിക്കാൻ പോവാണ്, ഹഷം എന്നുള്ളൊരു വാക്ക്. ഓക്കെ, ഹഷം എന്നുള്ളൊരു വാക്ക്. ഹഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിനാണ് ഹഷം എന്ന് പറയാം. ശരിക്കും മൂക്കിന് മറ്റൊരു വാക്ക് എന്താണ്? അൻഫ് എന്നാണ് പറയാം. ഓക്കെ, അൻഫ്, അൻഫ്. അൻഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്ക് മൊത്തത്തിലാണ് അൻഫ് എന്ന് പറയാം. ഓക്കെ, ഹഷം എന്ന് ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഓട്ട ഉണ്ടല്ലോ, ഓട്ടുള്ള ഭാഗം, അതിനാണ് ഹഷം എന്ന് ശരിക്കും പറയാം. ഹഷം. ഓക്കെ, ഹഷം, ഹഷം. കാരണം ഇതിൽ കൂടിയാണല്ലോ പിന്നെ മൂക്കൊലിപ്പ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം വരിക. അപ്പം അതുകൊണ്ടാണ് ഹഷം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അൻഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുന്ന വേർഡാണ്. ശരി, അപ്പോൾ ഈ ഹഷം എന്ന വാക്കാണ് നമുക്കിവിടെ ആവശ്യം. ഈ ഹഷം എന്നതിൻ്റെ ബഹുവചനമാണ് ഖുശൂം എന്ന് പറയാം. ഹ എന്ന വാക്കുണ്ടോ, ഹ. ഓക്കെ, ഹഷം ഖുശൂം എന്നാണ് പറയാൻ, ബഹുവചനമാണ് ഖുശൂം. ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, മറ്റൊന്ന് എന്താണ്? സൈലാൻ എന്നാണ് പറയാം. ഓക്കെ, സൈലാൻ. സൈലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒലിപ്പ്, ആ ഒലിപ്പ് എന്ന് പറയാനാണ് സൈലാൻ എന്ന വാക്ക് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഖുശൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്കാണ് ഖുശൂം. ഓക്കെ, അപ്പോൾ മൂക്കൊലിപ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, മൂക്കൊലിപ്പ്. അപ്പോൾ മൂക്കൊലിപ്പിന് എന്താണ്? സൈലാനുൽ ഖുശൂം എന്നാണ് പറയുക. മൂക്കൊലിപ്പ്, സൈലാനുൽ ഖുശൂം, സൈലാൻ അൽ ഖുശൂം. അത് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, സൈലാനുൽ ഖുശൂം എന്ന് പറഞ്ഞാൽ മൂക്കൊലിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ സൈലാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒലിപ്പ്, ഒലിക്കുക എന്നുള്ളതിനാണ്. നമ്മൾ പിന്നെ റണ്ണി നോസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതാണ് റണ്ണി നോസ്, ആ സാധനമാണത്, റണ്ണി നോസ്. സൈലാനുൽ ഖുശൂം എന്ന് പറയും. ഓക്കെ, ഇനി മറ്റൊന്നുണ്ട്, ഹഷ്മി സായിൽ എന്ന് പറയും. ഓക്കെ, ഹഷ്മി
സായിൽ എന്ന് പറയും. ഹഷ്മി സായിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മൂക്ക് ഒലിപ്പുള്ളതാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്? മൈ നോസ് ഈസ് റണ്ണിങ് എന്ന് പറയാം. എൻ്റെ മൂക്കിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാനാണ് എന്ത്? ഹഷ്മി സായിൽ എന്ന് പറയാം. ഹഷ്മി സായിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മൂക്കൊലിപ്പുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മൂക്കൊലിപ്പ് എന്നുള്ളതിന് സൈലാനുൽ ഖുശൂം എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇവർ, ഒറ്റ വാക്ക്. ആ വാക്കാണ് ഇത്. ഓക്കെ, ആ വാക്കിന് നമുക്ക് എന്ത് പറയാം? സുബാബ് എന്നാണ് പറയാം. ഓക്കെ, എന്താണ്? സുബാബ്. ഓക്കെ, സുബാബ്. ഈ സ എന്നുള്ളത് സായാണ്. സ. ഓക്കെ, നമ്മൾ സലാസ എന്നൊക്കെ പറയുമ്പോഴുള്ള സായാണ്. സുബാബ്. സുബാബ് എന്ന് പറഞ്ഞാൽ ഇതേ വാക്ക്, അതായത് സൈനാലുൽ ഖുശൂം മൂക്കൊലിപ്പിന് പറയുന്ന ഒറ്റ വാക്കാണ് സുബാബ് എന്നുള്ളത്. എന്താണ്? സുബാബ്. സുബാബ്. ഓക്കെ, അപ്പോൾ നമുക്ക് തലവേദന എന്നുള്ളതിന് എന്താ പറയുക? സുദാൻ എന്നാണ്. സുദാൻ എന്നാണ് തലവേദനയ്ക്ക് പറയാം. ചുമയ്ക്ക് എന്താ പറയുക? കുഹ. കുഹ. ജലദോഷത്തിന് എന്താ പറയുക? സുക്കാം എന്നാണ്. സുക്കാം. എനിക്ക് ജലദോഷമുണ്ട്, ഐ ഹാവ് കോൾഡ് എങ്ങനെ പറയും? അന മുസക്കം. അന മുസക്കം. ശരി, ഇനി എനിക്ക് നേരിയ ചൂടുണ്ട് എന്നെങ്ങനെ പറയും? പിന്നെ ഇൻദി സുഖൂന ഖഫീഫ. സുഖൂന ഖഫീഫ അല്ലെങ്കിൽ ഹറാറ ഖഫീഫ, നേരിയ ചൂട്. ഓക്കെ, ഇനി കഠിനമായ ചൂട് എന്നുള്ളത് എങ്ങനെ പറയും? പിന്നെ സുഖൂന ഷദീദ. സുഖൂന ഷദീദ അല്ലെങ്കിൽ ഹറാറ ഷദീദ എന്ന് പറഞ്ഞാൽ ശക്തമായ ചൂടുണ്ട്. ഇൻദി സുഖൂന ഖഫീഫ, എനിക്ക് നേരിയ ചൂടുണ്ട്. അല്ലെങ്കിൽ ഇൻദി സുഖൂന ഷദീദ, എനിക്ക് വല്ലാത്ത ചൂടുണ്ട്, കഠിനമായ ചൂടുണ്ട്. ശരി, ഇനി മൂക്കൊലിപ്പ് എന്നുള്ളതിന് എന്താ പറയാ? സൈലാനുൽ ഖുശൂം എന്നാ പറയാ. സൈലാനുൽ ഖുശൂം. സൈലാനുൽ ഖുശൂം എന്ന് പറയാം മൂക്കൊലിപ്പ്. ഇനി എനിക്ക് മൂക്കൊലിപ്പുണ്ട് എന്നുള്ളതിന് എന്താണ്? എൻ്റെ മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറയും ഹഷ്മി സായിൽ. ഹഷ്മി സായിൽ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഒറ്റ വാക്ക് എന്താണ്? മൂക്കൊലിപ്പിന് പറയുന്ന ഒറ്റ വാക്ക് സുബാബ് എന്നാണ്. സുബാബ്. എന്താണ്? സുബാബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ആശുപത്രിയിൽ പോകാനുള്ള ഏകദേശം ഒരു താബാൻ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഇതുകൊണ്ടൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് പ്രവാസികളായ ആളുകൾക്ക് ബേസിക്കായിട്ട് വരുന്ന അവസ്ഥകളാണ് ഈ പറയുന്നത്. ഓക്കെ, താബാൻ എന്ന് പറയുന്ന അവസ്ഥകൾ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം എന്താ പറയുക? മുസ്തഷ്ഫ എന്നാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്നാണ് പറയാം. ശരി, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടാണ്? അവിടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ചീട്ട് എടുക്കണം, ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കും അവിടെ എവിടെയാണ് ഈ ഏരിയ എന്നുള്ളത്. ആ ഏരിയക്ക് പറയുന്ന പേരാണ് എന്ത്? ഇസ്തിഖ്ബാൽ എന്ന്. എന്താണ്? ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ എന്നാണ് പറയാം. ഓക്കെ, ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ എന്ന് നമുക്ക് സിമ്പിളായി പറയാം. ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്? റിസപ്ഷൻ പറയുന്ന പേരാണത്. ഓക്കെ, റിസപ്ഷൻ. റിസപ്ഷൻ. അപ്പോൾ ഇവിടെ അറബ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസപ്ഷനിൽ അറബികളുണ്ടാവും. ഓക്കെ, ഏത് രാജ്യമാണോ അപ്പോൾ ആ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ലേഡിയോ, കൂടുതലും ലേഡീസാണ് അവിടെ റിസപ്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റിസപ്ഷന് പറയുന്ന പേരാണ് എന്ത്? ഇസ്തിഖ്ബാൽ എന്ന്. ആ ഇസ്തിഖ്ബാലിൽ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടറിനെ പറ്റി നമ്മൾ ചോദിക്കുക. നമുക്ക് ഏതെങ്കിലും ഡോക്ടറിനെ കാണുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും? ഉസ്തബ്ഗ എന്നാണ് അവർ ചോദിക്കുക, അല്ലേ? ഉസ്തബ്ഗ, എന്താണ് വേണ്ടത്? ചിലപ്പോൾ ഐ ഹിദ്മ എന്ന് ചോദിക്കാം. എന്താണ്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ ചോദിക്കുമല്ലോ, കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട്. ഓക്കെ, ചിലപ്പോൾ ഉസ്തബ്ഗ എന്നായിരിക്കും ചോദിക്കുക, എന്താണ് വേണ്ടത് എന്നവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും എന്ത്? നമ്മുടെ ഒരു അവസ്ഥ അന താബാൻ എന്ന് പറയാം, എനിക്ക് വയ്യ. അപ്പോൾ ഇന്ദി സുക്കാം അല്ലെങ്കിൽ അന മുസക്കിം എന്ന് പറയാം. ഇന്ദി സുഖൂന ഖഫീഫ വസുദാ, എനിക്ക് തലവേദനയുണ്ട്. വകുഹ, അപ്പോൾ അബ്ഗ അഷൂഫ് തുബീബ് എന്ന് പറയാം, എനിക്ക് ഡോക്ടറെ കാണണം എന്ന് അവരോട് പറയാം. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത്
പിന്നെ അവർ അതിൻ്റെ ഒരു ജനറൽ ഡോക്ടറെയാണ് അവർ റെഫർ ചെയ്യുക, ജനറൽ ഡോക്ടറെ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ജനറലായിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്നുള്ളതിന് ത്വബീബ് എന്നാണ് പറയാം. എന്താണ്? ത്വബീബ്. ഓക്കെ, അതിന് ദക്തൂർ എന്നും പറയാറുണ്ട്. ദക്തൂർ, ദക്തൂർ, ദക്തൂർ അല്ലെങ്കിൽ ത്വബീബ്, രണ്ട് വാക്കും പറയാം, ത്വബീബ്, ദക്തൂർ. ഓക്കെ, ഇനി ഇത് ലേഡിയാണ് ഈ ഡോക്ടർ എങ്കിൽ ത്വബീബ് എന്നുള്ളത് ത്വബീബയാകും, ദക്തൂർ എന്നുള്ളത് ദക്തൂറ ആകും. ഓക്കെ, ദക്തൂറ, യെസ്. ഇനി ഈ ഡോക്ടറെ പറഞ്ഞല്ലോ, നമുക്ക് ഈ തലവേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഡോക്ടറെയാണ് കാണുക. അപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള ഡോക്ടർക്ക് പറയുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വബീബ് ആം എന്നാണ് പറയുക. ത്വബീബ് ആം അല്ല, ഇത് ഐനാണ്, ആം എന്നാണ്. ശരിക്ക് രണ്ട് അക്ഷരങ്ങളുണ്ട് അതിൽ, ആം എന്ന് പറയുമ്പോൾ. ഓക്കെ, ആം എന്നാണ് അറബിൽ പറയാം. ത്വബീബ് ആം എന്ന് പറഞ്ഞാൽ ജനറൽ ഡോക്ടറിനാണ്. നമ്മൾ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ, പിന്നെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഡോക്ടർ ഉണ്ടാവില്ല, ഒരു കോമൺ ഒരു ജനറൽ ആയിട്ടുള്ള ഡോക്ടർ ആവും. ഓക്കെ, എല്ലാത്തിലും നോക്കുന്ന ഒരു ഡോക്ടർ. ഓക്കെ, അപ്പോൾ ആ ഒരു ജനറൽ ഡോക്ടറെയാണ് എന്ത് ത്വബീബ് ആം എന്ന് പറയുന്നത്. അപ്പോൾ ത്വബീബ് ആമിനെയാണ് റെഫർ ചെയ്യുക, ത്വബീബ് ആം. ഓക്കെ, അപ്പോൾ ത്വബീബ് ആം ജനറൽ ഡോക്ടർ എന്താണ് പറയുക? ത്വബീബ് ആം എന്നാണ് ജനറൽ ഡോക്ടറിന് പറയാം. ശരി, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അത് ഡോക്ടറിനെ, അതായത് സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് അവരോട് പറയേണ്ടി വരും, നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനെയാണ് കാണേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് പിന്നെ ചബഗ ത്വബീബ് ഖാസ് എന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ ചോദിക്കും. എങ്ങനെയാണ് ചബഗ അവർ ചോദിക്കാൻ സാധ്യത ഉള്ളത് കേട്ടോ. തബഗ ത്വബീബ് ഖാസ് എന്നാണ് ചോദിക്കുക. ഓക്കെ, തബഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തബഗ ത്വബീബ് ഖാസ്, ഇതൊരു സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്പെഷ്യൽ ഡോക്ടറിനെ, ഏതെങ്കിലും ഒരു പിന്നെ പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും, പിന്നെ കണ്ണിൻ്റെ ആണോ അല്ലെങ്കിൽ പിന്നെ ന്യൂറോ സർജൻ ആണോ, ഇങ്ങനെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഡോക്ടറിനെ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. തബഗ ത്വബീബ് ഖാസ് എന്നാണ് ചോദിക്കുക. തബഗ ത്വബീബ് ഖാസ് എന്ന് അവർ ചോദിക്കും. അങ്ങനെ നമുക്ക് ഒരു കണ്ണിൻ്റെ ഡോക്ടറിനെയാണ് നമുക്ക് കാണണം. കണ്ണിൻ്റെ ഡോക്ടർ എന്ന് പറയാൻ എന്താണ്? ത്വബീബ് ഉയൂൻ എന്നാണ് പറയാം. ത്വബീബ് ഉയൂൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഡോക്ടറിനാണ്. ത്വബീബ് ഉയൂൻ, ഉയൂൻ ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്, ഐൻ. ഓക്കെ, ത്വബീബ് ഉയൂൻ. ഓക്കെ, കണ്ണിൻ്റെ ഡോക്ടറിനെ ആണ് നമുക്ക് കാണേണ്ടതെന്ന് പറയും. ഓക്കെ, ശരി. ഇനി ഇതിൽ പിന്നെ നമ്മളുടെ ഈ വയറ്, ചെസ്റ്റ്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറിന് ഇവർ പ്രത്യേക ഒരു പേര് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വബീബ് ബാത്വിനി എന്നാണ് പറയാം. ത്വബീബ് ബാത്വിനി, ബാത്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം എന്നർത്ഥം, ഉള്ളിനെന്ന് പറയുന്നതാണ്, ഉൾഭാഗത്തിന് പറയുന്നതാണ് ബാത്വിൻ. നമ്മൾ വയറിന് ബത്വൻ എന്നാണ് പറയുക, ബത്വൻ. ഓക്കെ, ബത്വൻ എന്ന് പറയുന്നത് വയറ്. അപ്പോൾ ബാത്വിനി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അതുമായി ഓർഗൻസുമായി ബന്ധപ്പെട്ട ഡോക്ടർ എന്നർത്ഥം. അപ്പോൾ ത്വബീബ് ബാത്വിനി, നമ്മൾ ഈ വയറ്, ചെസ്റ്റ് ഇങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറിന് ത്വബീബ് ബാത്വിനി എന്ന് പറയുമെന്നാണ് എൻ്റെ അറബി സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ത്വബീബ് ബാത്വിനി, അബഗ ത്വബീബ് ബാത്വിനി, എനിക്ക് ആ ഒരു ത്വബീബ് ബാത്വിനിയെയാണ് ആവശ്യം. അല്ലെങ്കിൽ ഇനി കണ്ണിൻ്റെ ഡോക്ടറിനെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പിന്നെ ത്വബീബ് ഉയൂൻ എന്ന് പറയും, ത്വബീബ് ഉയൂൻ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം പിന്നെ നമ്മുടെ ENT ഡോക്ടർ ഉണ്ടല്ലോ, ENT ഡോക്ടർ. ഓക്കെ, ENT ഡോക്ടറിന് എന്താണ് പറയുക? ENT എന്ന് പറഞ്ഞാൽ ഇയർ, നോസ്, ടങ് എന്നാണ് കുറേ മുമ്പൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇയർ, നോസ്, ത്രോട്ട് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതിന് പിന്നെ
ഉദുൻ, അൻഫ്, ഹൻജറ. ഓക്കെ, ഇതെന്താണ്? ഉദുൻ, അൻഫ്, ഹൻജറ. ഹൻജറ എന്ന് പറയാം. ഹൻജറ, ഹൻജറ. ഓക്കെ, ഉദുൻ. ഉദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി. ഉദുൻ ചെവി. അൻഫ്, അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്ക്. ഹൻജറ എന്ന് പറഞ്ഞാൽ ത്രോട്ട്. ഓക്കെ, ഈ ത്രോട്ട് അതായത് തൊണ്ട എന്ന ഉദ്ദേശം. പക്ഷെ അതിന് വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഹൽക്ക് എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഹൽക്ക്. അത് സംസാര ഭാഷയിലെ ഹൽഗ് എന്നാണ് പറയുക, ഹൽഗ്. ഓക്കെ, ഹൽഗ്. ഹൽഗ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നൊരർത്ഥമുണ്ട്. പക്ഷേ ഈ ഹൽഗും ഹൻജറയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഹൽഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഹൽക്ക് എന്നാണ് ശരിക്ക് സംസാരത്തിൽ ഹൽഗ് എന്ന് പറയുക. ഹൽഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇങ്ങോട്ട് ഇത് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹൽഗ്. ഓക്കെ, അറബി അക്ഷരങ്ങളിൽ പിന്നെ ഹുറൂഫുൽ ഹൽഗ് എന്ന് പറയും. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ. അപ്പോൾ ഹുറൂഫുൽ ഹൽഗ് എന്ന് പറഞ്ഞാൽ തൊണ്ടയിലെ അക്ഷരങ്ങൾ. തൊണ്ടയിലെ ഈ അറ്റം മുതൽ ഇവിടം വരെ ഇവിടെ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് അക്ഷരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൽഗ് എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ. പക്ഷേ ഹൻജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഇവിടെയാണ് തൊണ്ട. ഈ ഭാഗത്തിനാണ് ഹൻജറ എന്ന് പറയാം. ഇവിടെ കാരണം ഇവിടെയാണല്ലോ നമുക്ക് പിന്നെ ഇൻഫെക്ഷനും മറ്റ് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ഹൻജറ, ഹൽഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായുള്ള. ഹൻജറ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഹൻജറ. ഓക്കെ, അപ്പോൾ ENT ഡോക്ടറിന് എന്താ പറയുക? തൊബീബ് ഉദുൻ അൻഫ് ഹൻജറ. എന്താണ്? തൊബീബ് ഉദുൻ അൻഫ് ഹൻജറ. ഇതെന്താണ്? ഉദുൻ എന്നാണ് എഴുതിയത്, പക്ഷേ ഉദുൻ എന്നാണ് പറയുക. ഉദുൻ, നമ്മൾ സ പറഞ്ഞില്ലേ, സലാസ എന്നൊക്കെ പറഞ്ഞ സ, അതിനെ കുറച്ചൊന്ന് കടുപ്പിച്ചാൽ മതി. ഉദുൻ, ഉദുൻ, ഉദുൻ അൻഫ് ഹൻജറ തൊബീബ്. ഓക്കെ, അപ്പോൾ തൊബീബ് ഉദുൻ അൻഫ് ഹൻജറ, ENT ഡോക്ടർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലിസ്റ്റിന് പല വ്യത്യസ്ത പേരുകളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഓർത്തിരിക്കണം എന്നില്ല. ചിലത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇസ്തിഖ്ബാലി എന്ന് പറയുന്ന ചില ഡോക്ടറിനെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ ആവശ്യമുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറയുന്നു. ശരി, ഇനി ഹോസ്പിറ്റലിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആണെന്ത്? മുമരിദ് എന്നത്. മുമരിദ്, മുമരിദ്, മുമരിദ് ഇങ്ങനെ എഴുതാം. മുമരിദ്, മുമരിദ്, മുമരിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സ്. നേഴ്സ് എന്നതിനാണ് മുമരിദ്. ഓക്കെ, ഈ മുമരിദ് എന്നുള്ളത് മുമരിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ നേഴ്സായി. ഓക്കെ, മുമരിദ ഫീമെയിൽ നേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട എന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിലും മുമരിദമാരാണ് എന്ത് ചെയ്യുക, മുമരിദുകളാണ് അവിടെ കൈകാര്യം ചെയ്യുക. അപ്പോൾ മുമരിദ് എന്ന് പറഞ്ഞാൽ മെയിൽ നേഴ്സ്, മുമരിദ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ നേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അവസാനം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇനി ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അറബി രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായ ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എല്ലാ ഹോസ്പിറ്റലിലും മലയാളി ഡോക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ റിസപ്ഷനിലും ഉണ്ടാകും ഏതെങ്കിലും ഒരു മലയാളി. അപ്പോൾ നമ്മൾ നേരെ ആ മലയാളിയുടെ അടുത്ത് ചെന്നിട്ടാണ് കാര്യം പറയുക. അയാൾ പറയുന്ന ഇന്ന റൂമിൽ മലയാളി ഡോക്ടർ ഉണ്ട്, അവിടെ പോയിക്കോ എന്ന് പറയും. അങ്ങനെ ആ മലയാളി ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ശരിക്കും അറബിയിൽ ഒരുപാട് സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനി ഇൻ കേസ് അവിടെ മലയാളി ഇല്ല എങ്കിൽ മാത്രം ആണ് നമുക്ക് എന്ത് ചെയ്യുക, സംസാരിക്കേണ്ട അവസരം വരിക. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പിന്നെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ, നമുക്കൊരു ഡോക്ടറെ കാണണം എന്ന് മാത്രം അവിടെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ സ്പെഷ്യലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറെ നമ്മൾ നേരത്തെ ഒന്ന് അന്വേഷിക്കുമല്ലോ, അവിടെ ആരാണ്, നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇന്ന ഏത് ഹോസ്പിറ്റലിലാണ് പോകാൻ പറ്റുക, അവിടെ ആരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡോക്ടർ മിക്കവാറും മലയാളി ആയിരിക്കും. ഓക്കെ, ഇൻ കേസ് ആ റിസപ്ഷനിൽ മലയാളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ അറബി ലേഡിയോട് നമ്മൾ സംസാരിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ റിസപ്ഷനിൽ അറബി ലേഡി ആയിരുന്നു. അപ്പോൾ അറബി ലേഡിയോട് സംസാരിക്കേണ്ടി വന്നു. എത്ര ആളുണ്ട്? ഒരാളുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യത്തിനാണ് വന്നത്, മെഡിക്കലിനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ ഒരുപാട് കോൺവെർസേഷനൊന്നും അവിടെ നമുക്ക് ആവശ്യമായി വരുന്നില്ല.
ഓക്കെ. പിന്നെ അറബികളാണ് അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ അറബികൾ അവിടുത്തെ റിസപ്ഷനിൽ ചെന്നിട്ട് അറബികളായതുകൊണ്ട് തന്നെ അവരൊരുപാട് സംസാരിക്കും, പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതൊക്കെ ചെയ്യും. ഓക്കെ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോദിക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്ന ഒരു ധാരണ നമുക്ക് ആവശ്യം ഇല്ല. കാരണം മലയാളി ഡോക്ടേഴ്സ് എല്ലാ ഹോസ്പിറ്റലുകളും അവൈലബിൾ ആണ് എന്നതുകൊണ്ട് തന്നെ. ഓക്കെ. അപ്പോൾ എന്നാലും നമുക്ക് അറിയേണ്ട രോഗവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സംശയം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. തീർച്ചയായും ഞാൻ എന്ത് ചെയ്യാം, അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.